കേരളത്തിൽ ശരാശരി 80% കുടുംബങ്ങളിലും കുടിവെള്ളം എത്തിക്കുവാൻ ഈ സർക്കാരിന് സാധിച്ചുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പാറത്തോട് പഞ്ചായത്തിലെ കോതമല കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു സാക്ഷാത്കാരമാണ്. 15 കുടുംബങ്ങൾക്കാണ് വെള്ളം കിട്ടുന്നത്. അപ്പോൾ ജലനിധിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 920ഓളം കുടുംബങ്ങളിലാണ് ജലനിധിയുടെ ഭാഗമായിട്ട് വെള്ളം എത്തേണ്ടതായിട്ടുള്ളത്. അതെടുത്ത് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയത് 843 കണക്ഷൻ ഇതിനോടകമായി തന്നെ കൊടുത്തു കഴിഞ്ഞു. ഇനി ഏകദേശം 129 കണക്ഷൻ കൂടെ മാത്രമാണ് ജലനിധിക്ക് ഇവിടെ കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ 100% ജലനിധി പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്ന ഒരു പ്രദേശമായി ഇത് മാറും. കേരളത്തിലൂടെ സൂചിപ്പിച്ചല്ലോ, 17 ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിയിരുന്ന കേരളത്തിൽ ഇപ്പോൾ 40 ലക്ഷം കഴിഞ്ഞു. ഇനി വരുന്ന ഈ 8-9 മാസക്കാലം കൊണ്ട് ഒരു 10-25 ലക്ഷം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തും. കേരളത്തെ ശരാശരി 80% കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തുന്ന ഒരു സ്ഥിതി ഈ ഗവൺമെൻറ് കാലത്ത് പൂർത്തീകരിക്കും. ഈ സർക്കാർ വരുമ്പോൾ കേരളത്തിൽ 23% ഉണ്ടായിരുന്നുള്ളൂ കുടിവെള്ളം. അത് 80% മുകളിൽ കൊണ്ടുവന്ന് എത്തിക്കുക. നമ്മുടെ നാടിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുക. അക്കാര്യത്തിലും വലിയ തോതിൽ തുക മേടിച്ചെടുത്ത ഒരു നിയോജകമണ്ഡലമാണ് ഊഞ്ഞാറ്. മലങ്കരയിൽ നിന്ന് വെള്ളം എത്തിക്കുക. തൊടുപുഴയിൽ നിന്ന് വെള്ളം എത്തുന്നത് നിസ്സാര കാര്യമല്ലല്ലോ. ആ പദ്ധതിയുടെ തുടക്കത്തിൽ അത് അപ്രായോഗികമെന്ന് കണ്ടതാണ്. വേറെ സോഴ്സിനെ കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ പ്രിയപ്പെട്ട ശ്രീ കൊളത്തങ്ങനെ ഏറ്റവും കൂടുതൽ ഞാൻ അഭിനന്ദിക്കുന്നത്, അതൊക്കെ ഇതെല്ലാം പഠിച്ച് റിപ്പോർട്ടുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. ഒരു കാലത്തും ഇവിടെ സസ്റ്റൈനബിൾ സോഴ്സിന് വെള്ളം കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് മലങ്കരയിൽ നിന്നുള്ള വെള്ളം ഇത്ര പഞ്ചായത്തുകളിൽ കിട്ടണം, സഹായിച്ചേ പറ്റും. ആ ബൃഹത്തായ പദ്ധതിയുടെ ഭാഗമാക്കി ഇതിനെ മാറ്റണം. ആ നിർദ്ദേശം കേട്ടപ്പോഴും എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കണമെന്ന ലക്ഷ്യം സജ്ജീകരിക്കണമെങ്കിലും ഈ നിർദ്ദേശം ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. അതിൻ്റെ ഭാഗമായി മലങ്കരയിൽ നിന്ന് വെള്ളം എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അതാണ് ഇവിടെ പറഞ്ഞത്. ഏകദേശം 1200 കോടി രൂപയിലേറെ തുക മുടക്കി കുടിവെള്ളം എത്തിക്കുന്നതിന് കേരളത്തിൽ എണ്ണപ്പെട്ട നിയോജകമണ്ഡലമാണുള്ളൂ. അതിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലമാണ് ഊഞ്ഞാർ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. അതൊരു ചെറിയ കാര്യമല്ല. എൻ്റെ നിയോജകമണ്ഡലം ഇടുക്കിയാണ്. എനിക്ക് 750 കോടി രൂപ.